ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മുഖത്ത് വരുന്ന പിമ്പിൾസും അത് മാറുമ്പോൾ വരുന്ന ഒരു കറുത്ത പാടുകളൊക്കെ അതൊക്കെ എങ്ങനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചില സമയത്തൊക്കെ വിഷമം വരും, ചില സമയത്തല്ല, പ്രത്യേകിച്ച് ഗേൾസിനെ എന്താ പറയുക, മുഖത്ത് കുരു വരിക, കുരു മാറിയിട്ട് അത് മാറി കറുത്ത പാടുകളാവുക എന്നൊക്കെ പറഞ്ഞാൽ കുറേ ടെൻഷൻ കൂടി പിടിച്ച കാര്യം തന്നെയാണ്. നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഫേസ് ചെയ്യുമ്പോഴോ നിന്റെ മുഖത്തൊക്കെ എന്താണ് ഇങ്ങനെ കുരു അല്ലെങ്കിൽ കറുത്ത പാടെന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് പോയി കിട്ടും അല്ലേ. ഞാനൊക്കെ ഒരു ടൈപ്പിൽ പെട്ടതാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മുഖത്ത് ഇതുപോലെ ഒരുപാട് കുരുക്കളും കറുത്ത പാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴല്ല, ഒരു 2-2.5 വർഷം മുന്നേ. എന്നിട്ട് ഞാനത് ഇങ്ങനെ ഇത്രയെങ്കിലും കുറച്ചെങ്കിലും ക്ലിയർ ആക്കി എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്കിൻ കെയറും ഇതുപോലെ കുഞ്ഞു ടിപ്സൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു കുരുക്കളും അതുപോലെ തന്നെ പാടുകളൊക്കെ മാറ്റിയെടുത്തത്. അപ്പോൾ അതിലൊരു മെയിനായിട്ടുള്ളൊരു കാര്യം, ഞാൻ ഗ്രീൻ ടീ വെച്ചിട്ട് കുറച്ച് ഫേസ് പാക്കും അതുകൊണ്ടുള്ള സ്റ്റീമിങ്ങും അതുപോലെ തന്നെ ടോണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഗ്രീൻ ടീ വെച്ചിട്ടാണ് മൊത്തം ഇങ്ങനത്തെ പാടുകൾ മാറ്റിയത്? ഗ്രീൻ ടീ വെച്ചിട്ടുള്ള ഫേസ് പാക്ക് മാത്രമല്ല, ഞാൻ ഉലുവ കൊണ്ടുള്ള ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വയനാടൻ മഞ്ഞളില്ലേ, വരട്ട് മഞ്ഞൾ എന്ന് പറയുന്നു തോന്നുന്നു, അതും വെച്ചിട്ട് ഞാൻ ഒരുപാട് ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ മൂന്നും മാറി യൂസ് ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ ഒരു മുഖത്തെ പിമ്പിൾസും കറുത്ത പാടൊക്കെ മാറിയത്. അപ്പോൾ അതിലൊരു ഫേസ് പാക്കാണ് നമ്മുടെ ഗ്രീൻ ടീ കൊണ്ടുള്ള ഫേസ് പാക്ക്. അത് ഞാനിന്നിവിടെ എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാമെന്നും അല്ലെങ്കിൽ ഉണ്ടാക്കാമെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അത് നല്ല മാറ്റമുള്ളൊരു ഫേസ് പാക്ക്, എല്ലാ ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യേണ്ട മുന്നേ നമുക്ക് ആദ്യം വേണ്ടത് ഈ ഗ്രീൻ ടീ വെച്ചിട്ടുള്ളൊരു സ്റ്റീമിംഗ് ആണ്. അപ്പോൾ മുഖം ഒന്ന് ആവി കൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ഗ്രീൻ ടീയുടെ ബാഗ് ഇതുപോലെ പൊട്ടിച്ചിട്ട് എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആവി കൊള്ളിക്കാനുള്ള വെള്ളം റെഡി ആയിട്ടുണ്ട്, ഇനി ആവി പിടിക്കാം. അപ്പോൾ ഞാൻ ഗ്രീൻ ടീ ഒക്കെ ഇട്ട് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ട് മുഖം ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് ഇങ്ങനെ സ്റ്റീം ചെയ്യാം കേട്ടോ. മുഖത്ത് നല്ലോണം സ്റ്റീം ചെയ്തെടുക്കുക. എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ആവണ വരെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ആ നേരം കൊണ്ട് പോയിട്ട് നമുക്ക് ഗ്രീൻ ടീ വെച്ചിട്ട് തന്നെ ഒരു കുഞ്ഞ് ഫേസ് പാക്ക് തയ്യാറാക്കാൻ കേട്ടോ. അപ്പോൾ അതിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഗ്രീൻ ടീ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ ടീയുടെ ഒരു ബാഗ് ഇങ്ങനെ പൊട്ടിച്ചിടുക. അതിലോട്ട് കുറച്ച് 2 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോർ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് പിന്നെ വേണ്ടത് തൈരാണ് കേട്ടോ. ഇതുപോലെ തൈര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു സ്റ്റീമിങ് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുള്ള എക്സസ് ഓയിലും ഡേർട്സും ഇമ്പ്യൂരിറ്റീസും ഒക്കെ റിമൂവ് ആയിട്ടുണ്ടാവും. അതിൽ കൂടെ തന്നെ നമ്മളിങ്ങനെ ഈ ഒരു പാക്കും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇത് രണ്ടും എല്ലാം കൂടെ നല്ല മിക്സ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ഗ്രീൻ ടീയും റൈസ് ഫ്ലോറും പിന്നെ കുറച്ച് കേടാണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ കേട് പറ്റാത്തവർക്ക് എന്താ പറയുക, മറ്റേ ലെമൺ ഉണ്ടല്ലോ, ചെറുനാരങ്ങ, അതിൻ്റെ കുറച്ച് നീര് ആഡ് ചെയ്ത് കൊടുത്താലും മതിയിട്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാ സ്കിൻ ടൈപ്പിനും ചെയ്യാം കേട്ടോ. ഇത് പിമ്പിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്, മുഖം വെളുക്കാനും അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടെക്സ്ചർ മാറും, ഒന്ന് സോഫ്റ്റ് ആകും, ഒന്ന് കുറച്ച് നമ്മുടെ ഒരു ഗ്ലോ ഒക്കെ വന്ന പോലെ ഇപ്പോൾ ഫീൽ ചെയ്ത് ഫേസ് പാക്ക് ഇടുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇത് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ മുഖത്തെ പിമ്പിൾസൊക്കെ മാറി ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ആ പാക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റീം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത്. നമ്മുടെ സ്കിന്നിൽ ഓവറായിട്ടുള്ള എക്സസ് ഓയിലും ഇമ്പ്യൂരിറ്റിയും ഡേർട്സും ഒക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് പിമ്പിൾസും ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ഇതൊന്ന് ഡ്രൈ ആവണ വരെ, നല്ലോണം ഡ്രൈ ആവണ്ട, കുറച്ചൊന്നിങ്ങനെ ഉണങ്ങുന്ന ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ തന്നെ ഒന്നിങ്ങനെ ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് കഴിക്കളയാം. അപ്പോൾ ഇത് ഡ്രൈ ആവുന്ന നേരം കൊണ്ട് വേണ്ടി നമുക്ക് ടോണർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ ടീ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഗ്രീൻ ടീ നമുക്ക് പിമ്പിൾസ് പോകാനും അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറേ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ ടീ വെച്ചിട്ടുള്ള ടോണർ തന്നെയാണ്. ജസ്റ്റ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം നല്ലോണം തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലൊരു ഗ്രീൻ ടീയുടെ ബാഗ് ഒരു 30 മിനിറ്റ് മുക്കി വയ്ക്കുക. എന്നിട്ട് ഒരു 30 മിനിറ്റിന് ശേഷം അതൊന്ന് ആ ഒരു ബാഗ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു വാട്ടറാണ് നമ്മൾ ടോണറായിട്ട് യൂസ് ചെയ്യുന്നത്. അത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് അബ്സോർബ് ആകണ വരെ വെയിറ്റ് ചെയ്യുക. അബ്സോർബ് ആയിട്ട് കഴുകി കളയണമെന്നൊന്നുമില്ല, അവിടെ ഇരുന്നോട്ടെ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വാട്ടർ, ആ ടോണർ നമുക്കൊരു കുറച്ച് കോട്ടൺ എടുത്തിട്ട് കുറച്ചൊന്ന് മുക്കിയിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനകത്ത് അബ്സോർബ് ആകുമ്പോൾ മസാജ് ചെയ്ത് കൊടുക്കുക, അവിടെ വയ്ക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കത് വാഷ് ചെയ്തിട്ട് ടോണർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ ഫേസ് വാഷ് ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടോ. പ്യുവർ വാട്ടറിൽ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് തുടച്ചെടുത്തിട്ട് നമ്മുടെ ഗ്രീൻ ടീയുടെ ടോണർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊന്ന് ഉണ്ടാക്കിയിട്ട് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് തുടച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ മുഖമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ടോണർ ഞാനിതൊരു ഗ്ലാസ്സിലാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. അതാണ് കാണിച്ചു തരാത്ത കേട്ടോ, എന്തായാലും കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കുക, എന്നിട്ട് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോട്ടൺ മുക്കിയിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കോട്ടണും ഇല്ല, സ്പ്രേ ബോട്ടിലും ഇല്ല. ഞാനിതിൽ ഫോട്ടോ കൊടുത്തിട്ടുള്ള പോലെ തന്നെ എനിക്കും പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ വെച്ചിട്ട് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഈ ഗ്രീൻ ടീ കൊണ്ടുള്ള ഒരു 3 സ്റ്റെപ്സ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ pH ലെവൽ ബാലൻസ് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. എൻ്റെ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. എന്നിട്ട് ജസ്റ്റ് ഒന്നൊന്ന് ഡാപ്പ് 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 ഇങ്ങനെ ചെയ്യാം. അതെന്നെ അബ്സോർബ് ആയി പോയിക്കോളും, നിങ്ങളൊന്നും ചെയ്യേണ്ട. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിമ്പിൾസൊക്കെ കുറേ തന്നെ കാണാൻ പറ്റും. ആ ഒരു സ്റ്റീം ചെയ്യുന്നതും പിന്നെ ഈ ഒരു ടോണിങ് അതൊന്നും സ്കിപ്പ് ചെയ്യരുത്, എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുക.
ഇത് ഡെയിലി ചെയ്യുന്നതായാലും കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ ഒന്നരാടം ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യം നമ്മൾ ഒരു ദിവസം ചെയ്യുക, പിറ്റേ ദിവസം ചെയ്യാണ്ടിരിക്കുക, പിന്നെ ചെയ്യുക, അങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ വീക്കിലി 3 days ഒക്കെ ആക്കിയാൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.